ഗായ്സ്, സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു മോയ്സ്ചറൈസർ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. രണ്ട് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് ക്രീമാണ്. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് ക്രീമാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ക്രീമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് ക്രീമാണ്. 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫുൾ വീഡിയോ കാണണം. കാരണം മോയ്സ്ചറൈസർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മാത്രം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. അത് യൂസ് ചെയ്യുന്ന രീതിയും കൂടെ മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നോർമലി നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അതിൻ്റെ കാര്യം അറിയില്ല. എന്തിനാണ് നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരിക്കും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്, പലരും ചിന്തിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ് മോയ്സ്ചറൈസർ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഫേസിൽ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താലേ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഫേസ് വാഷിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫേസ് വാഷ്, നെക്സ്റ്റ് ഒരു മോയ്സ്ചറൈസർ, പിന്നെ തേർഡ് ഒരു സൺസ്ക്രീൻ. ബാക്കിയെല്ലാം അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സെറം യൂസ് ചെയ്യുന്നത്, ടോണർ, ഇതൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു ലെവലിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്താണ് എന്താ വെച്ചാൽ മുകളിലോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്കിൻ കെയർ ഒരു ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ ചെയ്യാനുള്ള ഈ 3 കാര്യങ്ങളാണ്: ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇത് 3ആണ് ഒരു ബേസിക് സ്കിൻ കെയർ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം ഇത് 3ആണ്. അപ്പോൾ അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഫേസ് വാഷ് എന്ന് പറയുന്നത് ഫേസിലുണ്ടാകുന്ന അഴുക്ക് കളയുക. നെക്സ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് ഫേസിലുള്ള ജലാംശം നിലനിർത്തുന്നതോടുകൂടി ഫേസ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ നമുക്ക് മാറ്റാൻ സാധിക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്, വൈറ്റ് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഒരു ബേസിക് സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് മോയ്സ്ചറൈസർ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ കെയർ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ നമുക്ക് നന്നായിട്ട് പോളിഷ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സ്കിന്ന് നല്ലതായിട്ടിരിക്കണം. നമുക്കൊരു ബ്ലാക്ക് കളറിൽ നിന്നും വൈറ്റ് കളറിലേക്ക് മാറുക എന്നുള്ളതല്ല സ്കിൻ കെയർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുക. നമ്മുടെ കളറിൽ തന്നെ ചേഞ്ച് വരുത്താതെ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് എന്നുള്ളതാണ് ഒരു മോയ്സ്ചറൈസർ കൊണ്ടൊക്കെ നമ്മളൊരു സ്കിൻ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ചിന്ത, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വെളുക്കുക എന്നുള്ളതല്ല സ്കിൻ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കിൻ കെയർ നമുക്ക് സ്കിൻ വൈറ്റനിങ്, അല്ലെങ്കിൽ സ്കിൻ കെയറിൽ തന്നെ നമുക്ക് 2 രീതിയിലുണ്ട്. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ഉള്ള സ്കിന്നിനെ തന്നെ നല്ല പോളിഷ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള സ്കിൻ ടോണിലേക്ക് മാറ്റാൻ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്കിന്ന് കുറേ കൂടെ ബ്രൈറ്റ് ആക്കുക, കുറച്ചും കൂടെ വൈറ്റനിങ് ആക്കുക എന്നുള്ളത്. അത് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഇത് 2 രീതിയിലായിരുന്നാലും ശരി, 2 ആയിരുന്നാലും ശരി, സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് മോയ്സ്ചറൈസർ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇതുപോലെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ബേസിക്കായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഒരുപാട് പേർക്ക് ഇത് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ മോയ്സ്ചറൈസറാണ് ഇന്ന് ഞാൻ പറയുന്ന മോയ്സ്ചറൈസർ. 2 രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഒന്ന് നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ല പോളിഷ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഇരിക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും മാത്രമേ എനിക്ക് ബേസിക്കായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആർക്കും വെളുക്കാനൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള സ്കിന്നൊന്നും കിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒന്നും കിട്ടില്ല. നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട്സ് വളരെയധികം എഫോർട്ട് എടുത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. സോ അതിന് മുമ്പേ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫേസ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്ന പൊട്ടാറ്റോ ആണ്. ഒരു ചെറിയൊരു കഷ്ണമാണ്, ഒരു ചെറുതാണ് ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ വലിപ്പം കണ്ടാൽ മനസ്സിലാവും. ഒരു ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചെറിയ
ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചത്. ചെറിയ ചെറിയ പീസാക്കി എടുക്കണം കേട്ടോ. വലിയ പീസാക്കി കഴിഞ്ഞാൽ മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. അത് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്ടർ ആഡ് ചെയ്ത് തന്നെ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് അതിൽ നിന്ന് സ്റ്റാർച്ച് എടുക്കാനുള്ളൊരു ഇത് വരുള്ളൂ. സ്റ്റാർച്ച് നന്നായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇനി അത് മെയിനായിട്ടുള്ള പണി വരുന്നത്. ഇതാണ് കുറച്ച് ജോലി ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. ഞാൻ ഒരു ചെറിയൊരു കോട്ടൺ ടവൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിന് കാരണം സ്റ്റാർച്ച് നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ അരിപ്പ്, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന അരിപ്പൊന്നും എടുക്കരുത്. നിങ്ങൾ തുണി വെച്ച് തന്നെ ഇത് നമ്മൾ സ്ക്വീസ് ചെയ്തെടുക്കണം. അതായത് തുണി തന്നെ ഉപയോഗിക്കണം. മസ്റ്റായിട്ട് നിങ്ങൾ തുണി തന്നെ ഉപയോഗിക്കണം. എങ്കിൽ മാത്രം നല്ലതായിട്ട് ആ ഒരു സ്റ്റാർച്ചൊക്കെ അതൊക്കെ മാറിയിട്ട് നമുക്ക് ആ വെള്ളം മാത്രമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് തുണി തന്നെ ഉപയോഗിക്കുക. മസ്റ്റായിട്ട് തുണി തന്നെ ഉപയോഗിക്കുക. അതിന് നമ്മളിങ്ങനെ വയ്ക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതായിരിക്കും, നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ അതാണ് ഇതിൽ മെയിനായിട്ട് ചെയ്യാനുള്ള ജോലി എന്ന് പറയുന്നത്. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നെ ഒരു കാര്യം പറയുന്നത്, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരുപാട് അങ്ങ് പറ്റത്തില്ല. അപ്പോൾ ഒരാഴ്ചത്തേക്കാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ ഇരുന്ന് ലുബ്ധിക്കുന്നു എന്നൊന്നും വിചാരിക്കരുത്. ഒരാഴ്ചത്തേക്ക് ചെയ്യാനുള്ള മോയ്സ്ചറൈസർ എത്രയാണോ അത് ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരാഴ്ചത്തേക്ക് മാത്രമേ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. പക്ഷേ ഞാനത് ഒരാഴ്ചത്തേക്ക് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമായിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അനങ്ങാതെ തന്നെ വെക്കണം. അനക്കം തട്ടിക്കഴിഞ്ഞാൽ ഇത് പിന്നെയും അതങ്ങ് മിക്സായിട്ട് പോകും. അപ്പോൾ അനങ്ങാതെ വെക്കുന്ന സമയത്ത് ഇതുപോലുള്ള സ്റ്റാർച്ച് അടിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഞാനത് വെള്ളമാണ് മാറ്റി കളയുന്നത്. അപ്പോൾ അടിയിലൊരു ഒരു ഭയങ്കര വൈറ്റ് കളറിലൊരു സംഭവം കാണാം. അതാണ് നമ്മുടെ പൊട്ടാറ്റോയുടെ സ്റ്റാർച്ച്. എല്ലാത്തിൻ്റെയും സ്റ്റാർച്ച് ഈ ഒരു രീതി തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ അരിയുടെയൊക്കെ സ്റ്റാർച്ച് എടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് പൊട്ടാറ്റോയുടെ. ഇതിപ്പോൾ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും ചെയ്യുന്ന സമയത്ത് ഇത്രയും കുറച്ച് മാത്രമേ സ്റ്റാർച്ച് നമ്മൾ കിട്ടാറുള്ളൂ. അപ്പോൾ ആ സ്റ്റാർച്ചാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്കുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ മാറുന്നതിന് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് പൊട്ടാറ്റോയുടെ സ്റ്റാർച്ച്. അൺഈവനായിട്ടുള്ള സ്കിൻ ടോൺ മാറ്റുന്നു, പിമ്പിൾസിൻ്റെ മാർക്ക്, ഒരുപാടധികം നമ്മളെ സ്കിന്നിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് പൊട്ടാറ്റോയുടെ സ്റ്റാർച്ച്. ഇനി നമ്മൾ ചേർക്കുന്ന അലോവേര ജെല്ലാണ്. ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അലോവേര ജെല്ലാണ് ഉപയോഗിക്കുക. ഹിമാലയയുടെ അലോവേര ജെല്ല് കിട്ടും. ഏത് അലോവേര ജെല്ല് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പറ്റാറില്ല, നാച്ചുറൽ ആയിട്ടുള്ള. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. അത് നമുക്ക് ഒരാഴ്ചത്തേക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം മസ്റ്റായിട്ട്. ഇത് പുറത്ത് വെച്ചിട്ട് തന്നെ വലിയ പ്രശ്നമില്ല, പക്ഷേ ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് രാത്രി സമയങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. കാരണം അത് അപ്ലൈ ചെയ്യുന്ന ഒരു ചെറിയൊരു തരിതരിപ്പ് പോലെ കാണാം. അത് സ്റ്റാർച്ചും കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രി അപ്ലൈ ചെയ്യാൻ നോക്കുക. രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തായാലും നോർമലി നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുന്നതാണ് രാവിലെ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. രാത്രി അപ്ലൈ ചെയ്യാൻ നോക്കുക. രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ അപ്ലൈ ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് രാത്രി അപ്ലൈ ചെയ്യാനാണ്. എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. അലോവേര ജെല്ല് പറ്റാത്തവർക്ക് പോലും ഇത് നമ്മൾ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അലോവേര ജെല്ലിൻ്റെ ഒരു ഇച്ചിങ്ങോ ഇറിറ്റേഷൻസോ ഒന്നും വരാറില്ല. അങ്ങനെ ഇച്ചിങ് ഇറിറ്റേഷൻസും അലോവേര ഒട്ടും പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാസ്ചറൈസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളി ഫേസ് ക്രീമാണ്, അടിപൊളി സാധനമാണ്. നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് കിട്ടുന്നൊരു സാധനമാണിത്. വിസിബിളി നമുക്കൊരു ചേഞ്ചൊക്കെ ഏകദേശം 2-3 ആഴ്ചയൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. പെട്ടെന്നൊരു ദിവസത്തേക്ക് കിട്ടില്ല. അപ്പം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഒരു ഫേസ് ക്രീമാണ്, അത് എഫക്റ്റ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക. നല്ല രീതിയിൽ തന്നെ എഫോർട്ട് എടുത്ത് ഉപയോഗിക്കുക തന്നെ വേണം. രാത്രി സമയത്തിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ മോയ്സ്ചറൈസർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ട് 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. സ്കിന്ന് നമുക്ക് ബ്രൈറ്റ് ആക്കുന്നതും അതോടൊപ്പം തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിനും 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ. നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.